Hello, dears. Today we are going to deal with Introduction to Psychology. As I said earlier, this topic is not in our syllabus, but for a detailed understanding, we are just going to this. First of all, let us see the etymological meaning of the term psychology. Psychology is a coinage of two Greek words, psyche and logos. Psyche means soul and logos means science. We know several logis, is it? We know biology, we know zoology, several logis we have seen, and this logi is derived from the word logos, which means science. And psych is the term which means soul. Hence, we can define psychology as the science of soul. ഗ്രീക്ക് ഫിലോസഫേഴ്സായ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും ഒക്കെ അഭിപ്രായത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് സോളുമായി ബന്ധപ്പെട്ട ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് വിവക്ഷിച്ചിരുന്നത്. പക്ഷെ പിന്നീട് സൈക്കോളജി എന്ന് പറയുന്ന ഇതിനെ സോൾ എന്നുള്ള ടെർമിനോളജിയിൽ കൂടുതൽ ഡെറൈവ് ചെയ്യാൻ പറ്റാതെ വരിക, അതായത് സോളിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വന്നു. ആത്മാവ് എന്താണ് എന്നുള്ള ഒരു ചർച്ച വന്നു കഴിയുമ്പോൾ ആത്മാവിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരികയും ക്രമേണ സൈക്കോളജിയെ സോളുമായി ആത്മാവുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡെഫിനിഷൻ ഡിസ്കാർഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് സോൾ എന്നുള്ള ഡെഫിനിഷൻ കാലക്രമേണ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ജർമ്മൻ ഫിലോസഫറായ കാണ്ടാണ് സയൻസ് ഓഫ് മൈൻഡ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. കാണ്ടാണ് ശരിക്കും സോൾ എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ളത് ആർഗ്യൂ ചെയ്തിട്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന അടുത്ത ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ മധ്യകാലഘട്ടത്തിലെ ബാക്കി ഫിലോസഫേഴ്സ് എല്ലാവരും ഈ ഒരു അഭിപ്രായത്തോട്, അതായത് സയൻസ് ഓഫ് മൈൻഡ് എന്നുള്ള അഭിപ്രായത്തോട് യോജിക്കുകയും കുറേ കാലം, ഒരു നീണ്ട കാലഘട്ടത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് മൈൻഡ് ആണ് എന്നുള്ള ഡെഫിനിഷനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സുമൊക്കെ ഇതിനോട് യോജിച്ചിരുന്നുവെങ്കിലും ക്രമേണ അടുത്ത ഒരു ചോദ്യം വന്നു, വാട്ട് ഈസ് മൈൻഡ് എന്നുള്ള ചോദ്യം വന്നു. മൈൻഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് മോർ മിസ്റ്റീരിയസ് ദാൻ സോളിൻ്റെ അത്ര പോലും, ആത്മാവിനെ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞ അത്രയും പോലും മൈൻഡിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കാതെ വന്നു. ഇന്ന് നമുക്കറിയാം നമ്മൾ മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെയാണെന്നറിയാം. പക്ഷേ അന്ന് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? പക്ഷേ അതിനെ നമുക്കൊരു ഓർഗനായിട്ട് അങ്ങോട്ട് കൃത്യമായി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. നമ്മളുടെ നിരവധി ഹോർമോണുകളുണ്ട്, ഹോർമോണുകളെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റംസ് ഉണ്ട്, ഗ്ലാൻഡ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിംഗ് ആൻഡ് ഫങ്ഷനിങ്. ഇപ്പം നമുക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ അതെവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാം, നമ്മുടെ ലിവർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാണിച്ചു കൊടുക്കാം. പക്ഷേ മൈൻഡ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്റ്റ് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മളുടെ ശരീരത്തുള്ള ന്യൂറൽ നെറ്റ്വർക്കാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു കൺട്രോളിങ് യൂണിറ്റ് ന്യൂറൽ നെറ്റ്വർക്കാണ്. പല മെമ്മറി യൂണിറ്റ്സിലേക്ക് പോകുന്നതൊക്കെ ഈ ന്യൂറൽ കണക്ഷൻസ് ആണ്. എൻഗ്രാംസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളും വിവിധ ഗ്ലാൻഡുകളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാരണം ബിക്കോസ് ഇറ്റ് ഈസ് സർട്ടൻ എ വേക്ക് ടേം. അപ്പോൾ അങ്ങനെ മൈൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ സ്റ്റഡി ഓഫ് മൈൻഡ് എന്നുള്ളത് ഡെഫിനിഷൻ ഡിസ്കാർഡ് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ സോളിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലും മൈൻഡിൻ്റെ പേഴ്സ്പെക്റ്റീവിലും ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ സൈക്കോളജിസ്റ്റുകളും ഫിലോസഫേഴ്സും കൂടുതൽ ചിന്തിക്കുകയും സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ്, ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിലേക്ക് വരുന്നു. അപ്പോൾ വില്യം ജെയിംസിൻ്റെ ഇവിടെ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് വില്യം ജെയിംസിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ബുക്കിലാണ്. അദ്ദേഹം സൈക്കോളജിയെ കോൺഷ്യസ്നെസ് എന്നുള്ള രീതിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത്. 1890
1890 വില്യം ജെയിംസ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആ ബുക്കിൽ അദ്ദേഹം സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആസ് സച്ച് എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. പിന്നീട് വില്യം ജെയിംസിന് ശേഷം വില്യം വുണ്ടും അദ്ദേഹവും ഈ ഒരു കൺസെപ്റ്റിനെ, സ്റ്റഡി ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ള കൺസെപ്റ്റിനെ പിന്താങ്ങുകയും അദ്ദേഹം സൈക്കോളജിയിൽ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ജർമ്മനിയിലെ ലെപ്സിങ്ങിൽ ഒരു ലബോറട്ടറി സ്ഥാപിക്കുകയുമൊക്കെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സൈക്കോളജിയെ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി ഒരു പ്യുവർ സയൻസിൻ്റെ ബിഹേവിയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സ്പെരിമെൻ്റൽ ഇൻ്റർവെൻഷനിലൂടെ കാര്യങ്ങൾ നടത്താം എന്നുള്ള ഒരാശയം വളരെ പ്രചാരത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് വില്യം വുണ്ട് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹം സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ളതിൽ തന്നെയാണ് ഊന്നി നിന്നിരുന്നത്. അതിനുശേഷം ഈ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതിലേനും വീണ്ടും ഇപ്പോൾ നമ്മുടെ ഫ്രോയിഡിൻ്റെ തിയറിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം കോൺഷ്യസ്നസ് മാത്രമല്ല, അൺകോൺഷ്യസ് ഉണ്ട്, സബ് കോൺഷ്യസ് ഉണ്ട്. അപ്പോൾ കോൺഷ്യസ്നസ്സിൽ മാത്രം നിൽക്കുന്നില്ല, അതൊരു നാരോ കൺസെപ്റ്റാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് മാറി സ്റ്റഡി ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത്. സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത് വില്യം മക്ഡോഗൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന ബുക്ക് 1905 പബ്ലിഷ് ചെയ്ത സൈക്കോളജി എന്ന് പറയുന്ന ബുക്കിലാണ് വില്യം മക്ഡോഗൽ ഈ ഒരാശയം മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം ഈ ഒരാശയം അന്ന് മുന്നോട്ട് വെച്ചെങ്കിലും അതിനുശേഷം അതിൽ കൂടുതൽ അദ്ദേഹം റിസർച്ചുകൾ നടത്തുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ബുക്കിൽ, അതേപോലെ ആൻ ഔട്ട്ലൈൻ ഓഫ് സൈക്കോളജി, ഇങ്ങനത്തെ 2 ബുക്കുകളിലായിട്ട് അദ്ദേഹം ഈ ഡെഫിനിഷനെ, അതായത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ഡെഫിനിഷനെ കൂടുതൽ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വന്ന വാട്സണൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബിഹേവിയറിസ്റ്റാണ്. വാട്സണെ പോലെയും പിൽസ്ബറിയെ പോലെയും ഒക്കെയുള്ള സൈക്കോളജിസ്റ്റുകൾ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പിന്താങ്ങുകയും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ഡെഫിനിഷനിലുമാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ഒരു സൈക്കോളജിയുടെ ആ ഒരു ജേർണി, അതിൻ്റെ ഡെഫിനിഷൻസിലൂടെയുള്ള അതിൻ്റെ ആ ഒരു ജേർണി ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയുമ്പോൾ വുഡ്വർത്തിൻ്റെ വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, ദെൻ ഇറ്റ്സ് മൈൻഡ്, ദെൻ ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് കോൺഷ്യസ്നസ്, ഇറ്റ് സ്റ്റിൽ ഹാസ് ബിഹേവിയർ ഓഫ് എ സോർട്ട്. സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവിനെയും പിന്നീട് അതിൻ്റെ മനസ്സിനെയും പിന്നീട് അതിൻ്റെ ബോധതലത്തെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിന് ഒരു തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ഇറ്റ് ഹാസ് എ ബിഹേവിയർ ഓഫ് എ സോർട്ട് എന്നുള്ള രീതിയിലാണ് വുഡ്വർത്ത് തമാശ പോലെ എന്നാൽ കുറച്ച് കാര്യം പോലെ ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സൈക്കോളജി? നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ എത്തി നിൽക്കുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള ആശയത്തിലാണ്. ആ ആശയം കൃത്യതയോടുകൂടി മുന്നോട്ട് വെച്ചത് വില്യം മക്ഡോഗൽ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വിവിധ ബുക്കുകളെ പറ്റി പറഞ്ഞു. സൈക്കോളജി എന്ന് പറയുന്ന ആദ്യത്തെ ബുക്ക്, അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന 2ാമത്തെ ബുക്ക്, 3ാമത്തെ ബുക്ക് ആൻ ഔട്ട്ലൈൻ ഓഫ് സൈക്കോളജി. ഇതിൽ ആൻ ഔട്ട്ലൈൻ ഓഫ് സൈക്കോളജിയിലാണ് അദ്ദേഹം വളരെ മീനിങ് ഫുള്ളായിട്ട് കൃത്യമായി സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനിഷനാണ് നമ്മൾ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. സൈക്കോളജി ഈസ് എ സയൻസ്, ഇറ്റ് ഈസ് എ സയൻസ് which aims to give us better understanding and control of the behavior of the organism as a whole. ഒരു ഓർഗാനിസത്തിൻ്റെ ഇവിടെ ഒരുപാട് പറയാനുണ്ട്. ആ ഓർഗാനിസം എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ ജീവികളെയും, ചെറിയ പ്രാണികളായിക്കോട്ടെ,
അതായത് ഇൻസെക്റ്റുകളായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബിഹേവിയർ അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ്, അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തെയാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത്. സ്കിന്നറുടെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് പറയാണ്, ഒരു കാര്യം കൂടി അവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച്, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം. അപ്പോൾ അവിടെ എന്തും കൂടി വരികയാണ്, അനുഭവങ്ങൾ കിട്ടുന്നത് നമുക്ക് എല്ലായ്പ്പോഴും ചുറ്റുപാടിൽ നിന്നാണ്. അപ്പോൾ ഓർഗാനിസം മാത്രമല്ല, ഓർഗാനിസത്തിന് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ചുറ്റുപാടുകൾ. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. ക്രൂ ആൻഡ് ക്രൂയുടെ അടുത്ത ഡെഫിനിഷനാണ്, സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അത് കുറച്ച് കൺഫൈൻഡ് ആയിട്ടാണ് അവർ പറഞ്ഞത്. അവർ കൂടുതലും ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലാണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സൈക്കോളജിയിലാണ് റിസർച്ചുകൾ നടത്തിയത്. അതുകൊണ്ട് അവർ ഓർഗാനിസം എന്നുള്ള എല്ലാവരെയും അങ്ങോട്ട് എടുത്തില്ല, കുറച്ച് കൺഫൈൻഡ് ആയിട്ട് പറയുകയാണ്, ഇറ്റ്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. പക്ഷേ നമ്മൾ മക്ഡോഗലിൻ്റെ സ്കിന്നറിൻ്റെയും കൂടി ഡെഫിനിഷൻ കമ്പൈൻ ചെയ്തുകൊണ്ട് ചിന്തിക്കുക. സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്, ആൻഡ് ദിസ് എക്സ്പീരിയൻസ് വി ആർ ഗെറ്റിംഗ് ഫ്രം അവർ എൻവയൺമെൻറ്റ്. അപ്പോൾ ചുരുക്കി നമുക്കിങ്ങനെ പറയാം, സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ in relation to experience and environment. It is a scientific study of behavior of an organism in relation to experience and environment. മൂന്ന് കാര്യങ്ങളാണ് വരേണ്ടത്. ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ. ബിഹേവിയർ ഓഫ് whom? ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം. ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം in which respect? In relation to the experience of the organism, and these experiences are derived from the environment through the interaction of environment and the organism. The experience are deriving from the interaction between organism and his environment. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം ഇൻ റിലേഷൻ ടു എക്സ്പീരിയൻസ് ആൻഡ് എൻവയൺമെൻറ്റ്. ഇനി എന്താണ് ഈ ബിഹേവിയർ? ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് നിറഞ്ഞതാണ് അല്ലേ? ഒരുപാട് ആക്ടിവിറ്റീസ് നിറഞ്ഞ ഒരു കാര്യമാണ് ജീവിതം. അപ്പം എനി മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ്, അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏത് മാനിഫെസ്റ്റേഷനെയും നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ തരുന്നത് വുഡ്വർത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കളക്റ്റീവായി നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ്, നമ്മളുടെ സംസാരങ്ങൾ, നമ്മൾ എഴുതുന്നത്, ഇനി അതെല്ലാം ഇതിൽ വരുന്നതാണ് നമ്മളുടെ മോട്ടോർ ആക്ടിവിറ്റീസാണ്. നടക്കുക, എഴുതുക, നമ്മൾ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മോട്ടോർ ആക്ടിവിറ്റീസ് എന്നാണ് നമ്മൾ പറയുക. ഇനിയുണ്ട് കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ്, തിങ്കിങ്, റീസണിങ്, ഇമാജിനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസിലാണ് വരിക. ഇനി കോഗ്നിറ്റീവ് അല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് നമുക്ക് സന്തോഷം തോന്നുക, ദേഷ്യം തോന്നുക, ജലസി ആവുക, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷമം തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സിനെ നമ്മൾ അഫക്റ്റീവ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ 3 തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ പറ്റി പറഞ്ഞു. കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്, ചിന്തയുമായി ബന്ധപ്പെട്ടത്. മോട്ടോർ ആക്ടിവിറ്റീസ്, നമ്മൾ ഫിസിക്കലായിട്ട് നമ്മളുടെ ന്യൂറോ മസ്കുലാർ കോർഡിനേഷൻ വഴി ന്യൂറോൺസ് ഉണ്ടാവണം, അതേപോലെ മസിൽസിൻ്റെ ആക്ടിവിറ്റീസ്, അതാണ് ന്യൂറോ മസ്കുലാർ കോർഡിനേഷൻ വഴി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ നമ്മളുടെ അഫക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇതിൽ പെടും, ഈ ബിഹേവിയർ എന്ന് പറയുന്ന ആശയത്തിൽ ഉൾപ്പെടും. ഇനി ഇങ്ങനെയുള്ള ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കോൺഷ്യസ് മാത്രമാണോ? അല്ല. നമ്മളുടെ സബ് കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടുമുള്ള എല്ലാ ബിഹേവിയറും, അത് ഓവേർട്ടാവാം, പുറത്തേക്ക് പ്രകടിപ്പിക്കപ്പെടുന്നതാവാം, കവേർട്ടാവാം, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നതാവാം, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നതാവാം. നമ്മൾ പോലും അറിയാതെ ഒളിച്ചിരിക്കുന്ന കുറേ ബിഹേവിയേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓവേർട്ടായ കവേർട്ടായ എല്ലാ ബിഹേവിയേഴ്സും
എവിടെ വരും? ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ആശയത്തിൽ വരും. അപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ മനസ്സിനെ അങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി ഈ ബിഹേവിയർ ആർക്കാണുള്ളത്? എല്ലാ ഓർഗാനിസംസിനും. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും, അത് ഇൻസെക്ട്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, എല്ലാം സൈക്കോളജിയുടെ പേർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും, അതേപോലെ ഒരു ഓർഗാനിസത്തിന് കിട്ടുന്ന എൻവയൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും. എൻവയൺമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പ്രകൃതി മാത്രമല്ല എൻവയൺമെൻറ്റ്. സൈക്കോളജിയിൽ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഒരു ഫാക്ടറാണ്. എൻവയൺമെൻറ്റൽ ഫാക്ടറാണ് ഫാമിലി. നമ്മളുടെ പിയർ ഗ്രൂപ്പ്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സമപ്രായക്കാരും, സമവയസ്ക സംഘം എന്നാണ് മലയാളത്തിൽ പറയുക, പിയർ ഗ്രൂപ്പ്. അപ്പോൾ സമവയസ്ക സംഘം അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള നമ്മളുടെ ഇൻ്ററാക്ഷൻ. സ്കൂൾ, അവിടെ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, മുതിർന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവരുമായിട്ട് അതൊരു എൻവയൺമെൻറ്റാണ്. നമ്മളുടെ സൊസൈറ്റി ഒരു എൻവയൺമെൻറ്റാണ്. അപ്പോൾ നമ്മൾ കാണുന്ന എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മരങ്ങളും ചെടികളും അല്ല, മാത്രമല്ല സൈക്കോളജിയിൽ എൻവയൺമെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ വരും, നമ്മളുടെ എൻവയൺമെൻറ്റിൽ വരും. അപ്പോൾ നമ്മളുടെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ആൻഡ് അവർ എക്സ്പീരിയൻസസ് ഫ്രം അവർ എൻവയൺമെൻറ്റ്, ഇതെല്ലാം ചേരുന്നതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന സൈക്കോളജിയുടെ നേച്ചർ എന്താണ്? വാട്ട് ഈസ് ദ നേച്ചർ? അപ്പോൾ നമുക്ക് പറയാം, ഇതിനെയെല്ലാം നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിതിനെ സയൻസ് ആണ് എന്ന് പറയാം. സയൻസ് ആണ് എന്ന് പറയുമ്പോൾ സയൻസ് തന്നെ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തും. പോസിറ്റീവ് സയൻസ് എന്നും നോർമേറ്റീവ് സയൻസ് എന്നും. എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളാണ് പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അതായത് വളരെ ഫാക്ച്വൽ ഇൻഫർമേഷൻ്റെ അനാലിസിസിലൂടെയാണത് പോകുന്നത്. ഇപ്പോൾ ഒരു പ്രഷറും വോളിയവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ സൈക്കോളജിയിൽ നമുക്കങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളെയാണ് നമ്മൾ പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോർമേറ്റീവ് സയൻസ്? നമ്മളുടെ ഫിലോസഫി, ലോജിക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ നോർമേറ്റീവ് സയൻസിൽ പെടുത്താൻ പറ്റുമോ സൈക്കോളജിയെ? അതും പറ്റില്ല. കാരണം അതിന് കൃത്യമായ എക്സ്പെരിമെൻ്റൽ എവിഡൻസുകൾ സൈക്കോളജിക്കുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻ്റൽ എവിഡൻസിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസാണ്. പക്ഷേ പോസിറ്റീവ് സയൻസിൻ്റെ എല്ലാ പ്രഡിക്റ്റീവ് നേച്ചറും സൈക്കോളജിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ടീഷൻസ് എല്ലാം സെയിം ആയിട്ടുള്ള വേറൊരു വ്യക്തി, ഇപ്പം ഇപ്പം പറയുകയാണ്, ഇപ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ ആരെയാണ്, ജൽവേനെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ ജൽവയുടെയും എൻ്റെയും എല്ലാ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും സെയിം ആണെന്നിരിക്കട്ടെ. പക്ഷേ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, പക്ഷേ ജൽവയ്ക്ക് ദേഷ്യമേ വരില്ല. ഇങ്ങനെയൊരു രീതിയിലേക്ക് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെയാണ് എങ്കിൽ പോലും രണ്ട് വ്യക്തികൾ വളരെ ഡിഫറൻ്റായിട്ട് പെരുമാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ പറയുകയാണ്, ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ എന്നെ മാത്രം എടുക്കുക. ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, പക്ഷേ വേറെ സമാനമായ ഒരു സാഹചര്യത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെടുന്നതേ ഇല്ല, വളരെ സമാധാനമായിട്ടിരിക്കുന്നു. അപ്പം നോക്കുക, ഒരു വ്യക്തിക്ക് തന്നെ എന്താണ് പല സാഹചര്യങ്ങളിൽ പല പ്രകൃതമായിരിക്കും. അല്ലെങ്കിൽ ഒരേ സാഹചര്യം തന്നെ വന്നാലും ദിവസങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ സ്വഭാവം മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളാണ്, അല്ലെങ്കിൽ വളരെ ചേഞ്ചിങ് ആണ്. എന്ത് മാറ്റം വേണമെങ്കിലും അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ആ ഒരു പ്രഡിക്റ്റീവ് നേച്ചർ അല്ലെങ്കിൽ ഫാക്ച്വൽ കൺസെപ്റ്റ് വെച്ച് അനലൈസ് ചെയ്ത് ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യത്തിൽ സൈക്കോളജി പ്യുവർ സയൻസിനെ പോലെ അല്ലെങ്കിൽ പോസിറ്റീവ് സയൻസിനെ പോലെ ആകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ. കാരണം എക്സാക്റ്റായിട്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റാത്തത് കാരണം വി ക്യാൻ സേ ദാറ്റ് സൈക്കോളജി ഈസ് എ ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ. അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് ഏതൊക്കെയാണ് സൈക്കോളജിയുടെ ബ്രാഞ്ചസ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഞ്ചസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന്, അതായത് നമ്മൾ സൈക്കോളജിയുടെ വിവിധ ഡെഫിനിഷനുകൾ കണ്ടു. വിവിധ ഡെഫിനിഷനുകൾ കണ്ട ശേഷം നമ്മൾ ബിഹേവിയർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ നേച്ചർ ഓഫ് സൈക്കോളജി എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്, സാധ്യത എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് മനുഷ്യൻ്റെ എല്ലാ വ്യവഹാരങ്ങളെയും എല്ലാ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ നേച്ചർ അത് ചേഞ്ച് ചെയ്യാൻ, ഒരാൾ എങ്ങനെ പെരുമാറും എന്നുള്ളത് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ, ഒരാളുടെ സ്വഭാവ രൂപീകരണത്തെ കാര്യമായി സ്വാധീനിക്കാൻ എല്ലാം നമുക്ക് ഈ ഒരു സൈക്കോളജിയുടെ പഠനം കൊണ്ട് സാധിക്കും. അപ്പോൾ വളരെയധികം ലൈഫിൽ ആപ്ലിക്കേഷനുള്ള ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയിലേക്ക് പോകുമ്പോൾ രണ്ടായിട്ടാണ് സൈക്കോളജിയെ തരംതിരിക്കുന്നത്, പ്യുവർ എന്നും അപ്ലൈഡ് എന്നും. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം. പ്യുവർ സയൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് തിയോററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും പ്യുവർ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ കൺസിഡർ ചെയ്യുക. അപ്ലൈഡിൽ എന്തായിരിക്കും, ഓരോ ഫീൽഡിലേക്കും ഇതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെ കണ്ടെത്തലുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ എന്ന് പറയുന്നത് ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാകും. ഫസ്റ്റ് ജനറൽ സൈക്കോളജി. ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജിയാണ്. ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു നോർമൽ അഡൾട്ടിൻ്റെ, എപ്പോഴും സൈക്കോളജിയിൽ നമ്മൾ നോർമലും അബ്നോർമലും പറയും, നോർമൽ അഡൾട്ടിൻ്റെ ബിഹേവിയറിനെ പറ്റിയുള്ള പഠനമാണ് ജനറൽ സൈക്കോളജി. ഒരാൾ ജനിക്കുമ്പം മുതൽ അയാൾ അഡൾട്ട്ഹുഡിൽ എത്തുന്നത് വരെ, അയാളുടെ മരണം വരെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് അതിനെ, പല കാലഘട്ടങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിലും അയാളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, അയാളുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അയാളുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അയാളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അയാളുടെ മോറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഓരോ ആസ്പെക്റ്റിനെയും എടുത്ത് അയാളുടെ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ സ്വാധീനിക്കുന്നത്, എങ്ങനെയൊക്കെ അത് വരാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു നോർമൽ അഡൾട്ടിൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് ജനറൽ സൈക്കോളജി. അപ്പം നോർമൽ അഡൾട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ പറ്റി പറയണം, അബ്നോർമലായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയണം. അപ്പോൾ അബ്നോർമലായിട്ടുള്ള മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ള, മെൻ്റൽ ഡിസീസസ് ഉള്ള ആളുകളെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് അബ്നോർമൽ സൈക്കോളജി. തേർഡ് വൺ ഇസ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. അതും ഈ പറയുന്നത് പോലെ ഡെവലപ്മെൻ്റൽ ആസ്പെക്ട്സിലൂടെ സ്റ്റേജ് വൈസ് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. ബർത്ത് ടു ഓൾഡ് ഏജ് പോകുന്നുണ്ട് ഡെവലപ്മെൻ്റൽ സൈക്കോളജിയിൽ. ജനറൽ സൈക്കോളജിയിൽ നോർമൽ അഡൾട്ടിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതെങ്കിൽ ഡെവലപ്മെൻ്റൽ സൈക്കോളജിയിൽ ബർത്ത് ടു ഓൾഡ് ഏജ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിൽ പോകുന്നുണ്ട്. അടുത്തത് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്, സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ്. ഒരു മനുഷ്യന് അയാളുടെ ഒരു ഇൻഡിവിജ്വൽ ഇൻറ്റേർണൽ ബിഹേവിയർ, ഒരു പേഴ്സണൽ ബിഹേവിയർ ഉണ്ടാകും, ഒരു സോഷ്യൽ ബിഹേവിയർ ഉണ്ടാകും, രണ്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ സോഷ്യൽ ബിഹേവിയറിനെയും അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പിനെയും പറ്റിയിട്ടുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ്, ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഒരാളോട് എതിർക്കാൻ ധൈര്യമുണ്ടാവില്ല. നോക്കൂ, ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അയാൾക്ക് എതിർക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു 10-12 പേര് ചേർന്ന ഒരു ഗ്രൂപ്പായി കഴിയുമ്പോൾ എനിക്കൊരു കാര്യത്തെ എതിർക്കാനുള്ള ധൈര്യം, ശരിക്കും ഇൻഡിവിജ്വൽ സെയിം ആണ്, പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ അയാൾക്ക് വേറൊരു എനർജിയാണ് കിട്ടുക. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജിയിൽ. ക്ലാസ് റൂം ആസ് എ ഗ്രൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഒരു പബ്ലിക് ഗ്രൂപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഗ്രൂപ്പ് കൊഹഷൻ എങ്ങനെയാണ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജിയിൽ വരിക. ഇനി അടുത്തതാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. നമ്മൾ പറഞ്ഞു സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സയൻസ്, ഇറ്റ് ഇസ് എ ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു. ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എക്സ്പെരിമെൻറ്റുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, സൈക്കോളജിയിലെ പരീക്ഷണങ്ങളെ പറ്റി പറയുന്ന ബ്രാഞ്ചാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. നമ്മളുടെ അറ്റൻഷൻ സ്പാൻ ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റുകൾ, നമ്മളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റുകൾ, നമ്മളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയറിനെ എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ വരുന്നത്.
നെക്സ്റ്റ് വൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാരാസൈക്കോളജി. നമ്മൾ നോർമലായിട്ട് കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ചാത്തനേർ, കൂട് വിട്ട് കൂട് മാറ്റം, 12 വയസ്സുള്ള കുട്ടി 60 വയസ്സുള്ള ഉത്തരേന്ത്യൻ വൃദ്ധയെ പോലെ സംസാരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പിന്നിലുള്ള സൈക്കോളജി എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നതാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ബ്രാഞ്ചാണ് അപ്ലൈഡ് സൈക്കോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന തിയോറട്ടിക്കൽ കൺസെപ്റ്റ്സിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് അപ്ലൈഡ് സൈക്കോളജി ആവുന്നത്. ഇപ്പോൾ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ എൻവയൺമെൻറ്റൽ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്, അവിടുത്തെ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് എന്ന് പഠിക്കുമ്പോൾ അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇനി നമ്മൾ പറഞ്ഞു അബ്നോർമലായിട്ടുള്ള ആളുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ക്ലിനിക്കൽ മെത്തേഡ്സിനെ പറ്റി, അവരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള ക്ലിനിക്കൽ മെത്തേഡ്സിനെ പറ്റി പഠിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയുടെ ഇതേ പ്രിൻസിപ്പിൾസ് തന്നെ ക്ലിനിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിൽ പഠിക്കുമ്പോഴാണത് ക്ലിനിക്കൽ സൈക്കോളജി ആവുന്നത്. ഇനി സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസിനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഇവിടെ എംപ്ലോയീസ് വെൽഫെയർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പാട്ട്, ഇപ്പോൾ നമുക്കറിയാം ചില ബാങ്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ പോകുന്നുണ്ടാവും. കാരണം അവർ വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ലോ പേസ് മ്യൂസിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും എന്നുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ. പിന്നെ എല്ലാ ബാങ്കുകളും ഈസിയാണ്, കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈസി ആക്കിയിരിക്കുന്നത്. ടിഡിയസ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്ന എൻവയൺമെൻറ്റിൽ എയർ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു സൂത്തനിങ് ആണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എങ്ങനെ മാക്സിമം അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാം? ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള, ഞാൻ പാട്ടിനെ പറ്റി തന്നെ പറയുന്നത്, അതായത് അവിടെ പെട്ടെന്ന് ആൾ ഭക്ഷണം കഴിച്ചിട്ട് മാറണം, അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് സീറ്റ് വേക്കൻ്റ് ആവരുത്. അപ്പോൾ അവിടെ ഇടുന്നത് കുറച്ച് ഫാസ്റ്റ് റിതമുള്ള മ്യൂസിക് ആയിരിക്കും. ഡ്രൈവിങ്ങിന് നല്ലത് ഒരു സ്ലോ പേസ് ഉള്ള മ്യൂസിക്കാണ്. അപ്പോൾ ഇങ്ങനെ സംഗീതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ തന്നെ മനുഷ്യൻ്റെ ബിഹേവിയറുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്കറിയാം കമ്പനികൾ പലതരം ഇൻസെൻറ്റീവുകൾ ജോലിക്കാർക്ക് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കമ്പനിയോടുള്ള ആത്മാർത്ഥത കൂടാനും അവർ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും ഈ ഇൻസെൻറ്റീവ്സ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഓവർ ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി അവിടെയും സൈക്കോളജിയുടെ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഓവർ ടൈം ചെയ്യുന്ന ആൾക്ക് ഡബിൾസ് ബെനിഫിറ്റാണ് കൊടുക്കുന്നത്. അതായത് നിലവിലുള്ള എംപ്ലോയീസിനെ കൊണ്ട് തന്നെ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കാം. ഒരു പുതിയ എംപ്ലോയിയെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഗ്രാറ്റുവിറ്റി, PF അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ വീണ്ടും കൊടുക്കണം. അതേസമയം നിലവിലുള്ള എംപ്ലോയിയെ തന്നെ ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് കുറേ ലാഭം ഉണ്ടാവും. അതേപോലെ തന്നെ അവരുടെ ആ ഇൻടേക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കുറവുണ്ടാവും. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, ഉള്ളവരെ കൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഓവർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജി, മനുഷ്യൻ്റെ സൈക്കോളജിയെ എങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയുടെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ വരിക. പരസ്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഇനി അടുത്തതാണ് ക്രിമിനൽ സൈക്കോളജി. അതായത് കുറ്റവാളികൾ എങ്ങനെ ചിന്തിക്കും, കുറ്റവാളികളുടെ പെരുമാറ്റം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നതാണ് ക്രിമിനൽ സൈക്കോളജി. അത് പോലീസുകാർക്കൊക്കെയാണ്, അവരുടെ ട്രെയിനിങ് പീരീഡിലൊക്കെയാണ് ക്രിമിനൽ സൈക്കോളജിയുടെ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ഫോറൻസിക് സയൻസ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ക്രിമിനൽ സൈക്കോളജി ഒരു പേപ്പറായിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെയുള്ളത് മിലിറ്ററി സൈക്കോളജി. അപ്പോൾ മിലിറ്ററി സൈക്കോളജി, എന്തിനാണ് മിലിറ്ററിയിൽ സൈക്കോളജി? ഇപ്പോൾ ഒരു നോർമൽ ഒരു ഇൻഡിവിജ്വലിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിനെ വെടിവെച്ചിടാനോ ഒന്നുമുള്ള ഒരു ധൈര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ, അതേപോലെ നമുക്കറിയാം നമ്മുടെ പട്ടാളക്കാർ ജോലി ചെയ്യുന്നത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ജീവിതത്തിലെ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ടഫസ്റ്റായിട്ടുള്ള കാര്യങ്ങളെ പോലും ഫേസ് ചെയ്യാനുള്ള ഒരു ആത്മബലം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വീട്ടിൽ തന്നെ പട്ടാളത്തിലുള്ള അച്ഛനോ ഹസ്ബൻഡോ ബ്രദറോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം, നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റും. അവർ കുറച്ച് വല്ലാണ്ട് സ്ട്രിക്റ്റ് ആയിരിക്കും. ഓരോ കാര്യങ്ങളും വെച്ചാൽ അവിടെ തന്നെ വേണം, അങ്ങനെയൊക്കെയുള്ള കുറേ നിർബന്ധങ്ങളുണ്ടാവും. അവരുടെ ഒരു ബിഹേവിയർ സാധാരണയിൽ നിന്നൊരല്പം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ മിലിറ്ററി സൈക്കോളജി ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഈ കാഠിന്യമേറിയ എല്ലാ ട്രെയിനിങ്ങിൻ്റെയും പിന്നിൽ ഈ ഒരു മിലിറ്ററി സൈക്കോളജിയാണ്. കാരണം ഒരു പട്ടാളക്കാരനെ
വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഇതേവരെയുള്ള സോഫ്റ്റായിട്ടുള്ള ഒരുപാട് ഫീലിങ്സിനെ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അയാളെ അതിന് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അയ്യോ അയാൾക്കൊരു ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു എനിമിയെ അറ്റാക്ക് ചെയ്യാൻ ഇയാൾക്ക് തോന്നില്ല. പക്ഷേ അവിടെ അയാളുടെ ഉള്ളിലേക്ക് രാജ്യസ്നേഹം, അതേപോലെ അയാളുടെ സോഫ്റ്റ് ഫീലിങ്സിനെ എല്ലാം മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ അയാൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് മിലിറ്ററി ട്രെയിനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മിലിറ്ററി സൈക്കോളജി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ രാഷ്ട്രീയക്കാരെല്ലാം രാഷ്ട്രീയക്കാർ മാത്രമല്ല കേട്ടോ, നമ്മൾ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് പൊളിറ്റിക്കൽ സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസിനെ രാഷ്ട്രതന്ത്രത്തിലേക്ക് ഉപയോഗിക്കുമ്പോഴാണത് പൊളിറ്റിക്കൽ സൈക്കോളജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് സൈക്കോളജിയുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിലോസഫിയിൽ നിന്ന് ഒരു വേർതിരിഞ്ഞ് വന്ന് ഒരു സെപ്പറേറ്റ് സയൻസായിട്ട് വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഫിലോസഫി എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് മാറി സൈക്കോളജി വരുന്നത്. അപ്പോൾ ഇത് പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ശാസ്ത്രശാഖയാണ്. പക്ഷേ ഇത്രയും നാളുകൊണ്ട് തന്നെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ വരികയും ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്കൂളിൽ വരുന്ന കുട്ടികളെ ഡീൽ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് നമ്മളെപ്പറ്റി തന്നെ മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പറ്റി മനസ്സിലാക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു വർഷം. നമ്മൾ 6 മാസം ഇത് ഒരു വർഷം നമ്മൾ ഈ പേപ്പർ ഡിഫറെൻ്റായിട്ട് പഠിക്കും. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് 30 മിനിറ്റ്സ് ആയി. ഓക്കെ, എനിവേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയെ പറ്റി പറഞ്ഞു. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്നുള്ള ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നതും അതിലാദ്യമായി ലെയ്പ്സിങ്ങിൽ ഒരു ലബോറട്ടറി സ്ഥാപിക്കുകയൊക്കെ ചെയ്തത് വില്യം വുണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ ഡയറക്റ്റ് കോൺടാക്ട് ക്ലാസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.